ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോ ഞാനൊരു കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ PYQ പഠിക്കുന്നുണ്ടോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചുകൊണ്ട് പോയിരുന്ന ആ ഒരു സ്റ്റൈൽ ഒന്ന് മാറ്റണം ചെറുതായിട്ട് കേട്ടോ. എല്ലാവരും പൊതുവെ എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചോദ്യം തന്നിരിക്കുകയാണ്. ആ ഒരു ചോദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു, ആൻസർ നമ്മൾ പിക്ക് ചെയ്യുന്നു, ആൻഡ് ദെൻ എന്ത് ചെയ്യാണ്, അടുത്തതിലേക്ക് പോവാണ്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയാണ് PYQ സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ PYQ നിങ്ങൾ ഇങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദാണ്ട് ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കുക. PYQ ഇങ്ങനെ പഠിക്കരുത്. സെയിം ക്വസ്റ്റ്യൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇപ്പോ ആവർത്തിക്കുന്നില്ല. വളരെ കുറച്ച്, അതായത് 100-ൽ ഒരു 10 ക്വസ്റ്റ്യൻസ് അല്ലെ പോട്ടെ ഒരു 5 എണ്ണം ആയിരിക്കും സെയിം അതേപടി ആവർത്തിക്കുന്നത്. മറിച്ച് PYQ നമുക്ക് വലിയ ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ പഠിച്ചാലാണെന്ന് അറിയാമോ? നമ്മൾ എപ്പോഴും എന്താണ്, ശരിയായില്ല, ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടി, ഫസ്റ്റ് മാത്രം നമ്മൾ എന്താണ് പ്രോത്സാഹിപ്പിക്കുന്നു, ക്ലാപ്പ് അടിച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടു കേട്ടോ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ഒരു സെക്കൻഡ് പൊസിഷനെയും തേർഡ് പൊസിഷനെയും ഫോർത്ത് പൊസിഷനെയും ഒക്കെ കൂടി ഒന്ന് ക്ലാപ്പ് അടിച്ച് വിടുക. അത് സത്യം പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഈ ഒരു PYQ സെഷനിൽ വളരെ ഗുണം ചെയ്യും. അതായത് നമ്മളൊരു ചോദ്യം വായിച്ചു, ഉത്തരം നമ്മൾ കണ്ടെത്തി, ബാക്കി 3 ഓപ്ഷൻസ് അവിടെ നോക്കിയിരിക്കുകയാണ്. നമ്മളെ ഒരു കാരണവശാലും അവരെ നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങ് പറഞ്ഞു വിടരുത്, അടുത്ത ചോദ്യത്തിലേക്ക് പോകരുത്. അവരെ കൂടി നമ്മൾ ഒന്ന് പരിഗണിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണിത്. ഈ പരിഗണന നമുക്ക് അടുത്ത എക്സാമിന് ഒരു മാർക്ക് നേടിത്തരും, ഉറപ്പായിട്ട് നേടിത്തരും. എങ്ങനെയാണ് നമുക്കൊരു ചോദ്യം കൈകാര്യം ചെയ്യേണ്ടത് എന്നൊന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. അതായത് നമ്മളൊരു എക്സാമിന്റെ കഴിഞ്ഞ വർഷത്തെ ഒരു എക്സാം ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയാണ്. ഒരു ചോദ്യം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു ചോദ്യം നമുക്ക് നോക്കാം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 4 എണ്ണം ഉണ്ട്, നമുക്ക് നോക്കാം. കാൽസ്യം, പ്ലേറ്റ്ലെറ്റുകൾ, ഫൈബ്രിനോജൻ, വിറ്റാമിൻ K എന്നിവയാണ് ഓപ്ഷനിലുള്ളത്. ഓക്കെ, വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. പലരും രക്തം കട്ട പിടിക്കാൻ എന്ന ആദ്യത്തെ ആ ഒരു ടേമിൽ നിന്ന് തന്നെ ഉത്തരം പലതും 4 ഉത്തരവും എന്ത് ചെയ്യാം, ചിലപ്പോൾ നമുക്ക് എടുക്കാനായിട്ട് തോന്നും. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ചോദ്യത്തിലെ ആദ്യത്തെ കീ പോയിന്റ്. ആൻസറിൽ മാത്രമല്ല കീവേഡ് ഉള്ളത്, ചോദ്യത്തിൽ കീവേഡ് ഉണ്ട്. ചോദ്യത്തിലെ കീവേഡ് ഇങ്ങനെയാണ്, പ്ലാസ്മ പ്രോട്ടീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തിന് സഹായിക്കുന്ന? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന. ഇതിൽ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, ഫൈബ്രിനോജൻ ആണ്. ഓക്കെ, അപ്പോ ഫൈബ്രിനോജൻ എന്ന ഉത്തരം മാത്രം നമ്മൾ ഒതുങ്ങരുത്. പലരും എന്താണ്, രക്തം കട്ടപിടിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ പ്ലേറ്റ്ലെറ്റ് എന്ന്. ശരിയാണ്, രക്തം കട്ടപിടിക്കാൻ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിങ്ങൾ പ്ലേറ്റ്ലെറ്റ് എന്ന ആൻസർ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ചോദ്യം എന്തായിരിക്കണമായിരുന്നു? അത് രക്തത്തിലെ കോശം, രക്തത്തിലെ ഏത് ഭാഗമാണ് എന്തിന് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, മറ്റെല്ലാവരും മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എന്തോ ആണ് കാൽസ്യം. സോ കാൽസ്യം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണ്, എന്താണ്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മിനറൽ ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ കാൽസ്യം എന്ന് പറയുന്നത്. അപ്പൊ രക്തം കട്ട പിടിക്കാൻ കാൽസ്യം സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹായിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചോദ്യം നമ്മളെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മിനറൽ ഏതാണ് എന്നായിരുന്നില്ല. നമ്മുടെ ചോദ്യത്തിനുള്ള ആൻസറല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. സോ അവിടെ നമുക്ക് കാൽസ്യവും അല്ല. ഇനി ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ഡിയിലേക്ക് പോവാണെങ്കിൽ വൈറ്റമിൻ K എന്ന് കിടക്കാണ്. അപ്പൊ പലരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, വിറ്റാമിൻ Kയും ഞാൻ കേട്ടിട്ടുണ്ട്, എന്തുമായി ബന്ധപ്പെട്ട്? രക്തം കട്ടപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അവിടെയും ശരിയാണ്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് ഏതെന്ന് പറയുന്നത്, വൈറ്റമിൻ K എന്ന് പറയുന്നത്. അപ്പോ ചോദ്യം വ്യക്തമായി നിങ്ങൾ വായിച്ചില്ല എങ്കിൽ ഇത് 4 ഉത്തരമായിട്ട് നിങ്ങൾക്ക് തോന്നും. എക്സാം എഴുതി കഴിഞ്ഞു വരുമ്പോഴും ഞാൻ ശരിയായ ഉത്തരവാണ് എഴുതിയത് എന്നൊരു തോന്നലും ഉണ്ടായിരിക്കും. അപ്പോ കൃത്യമായി ഒരു ചോദ്യം വായിക്കുമ്പോൾ അതിന്റെ ആ ഒരു വേർഡ്, കീ വേർഡ് നമ്മൾ മാർക്ക് ചെയ്യുക. ആ കീവേഡ് അനുസരിച്ച് ശരിയായ ഉത്തരം നമ്മൾ പഠിക്കുക. ഇത് എന്താണ്, ഒരു PYQ സെഷൻ കൈകാര്യം ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം നമ്മൾ ഈ പറഞ്ഞ 3 മറ്റ് ഓപ്ഷൻസ് കൂടിയുണ്ട്, അവരെ നമ്മൾ പഠിച്ചേ മതിയാകൂ. കാരണം ഈ ചോദ്യം മറ്റൊരു തരത്തിൽ അടുത്തൊരു എക്സാമിന് പ്ലാസ്മ പ്രോട്ടീന് പകരം ചോദിക്കുന്നത് ചിലപ്പോൾ എങ്ങനെയായിരിക്കും, വിറ്റാമിൻ ഏതാണ്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്. അവിടെ നമ്മൾ ഫൈബ്രിനോജനെ മാത്രം പഠിച്ചു വിട്ടു എങ്കിൽ അടുത്ത വർഷം അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിന് ചോദിച്ച ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റുമോ? ഇല്ല.
അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് ഒരു PYQ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉറപ്പായും ഉത്തരത്തിൽ മാത്രം ഒതുങ്ങി പോവരുത്. ഉത്തരത്തിനപ്പുറത്തേക്ക് എന്തുണ്ട്? 3 ഓപ്ഷൻസ് ഉണ്ട്, അതിന്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്, അതെല്ലാം നമ്മൾ പഠിച്ചു പോവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചോദ്യവും ഉത്തരവും മാത്രം പഠിച്ചു പോയവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുക. അങ്ങനെ അല്ല PYQ പഠിക്കേണ്ടത്. ഓക്കെ, മറിച്ച് എങ്ങനെയാണ്? നമ്മൾ എല്ലാ ഓപ്ഷനും ശരിയായ ഉത്തരം ആദ്യം മനസ്സിലാക്കുക, മറ്റു ഓപ്ഷനുകൾ എന്തുകൊണ്ട് തെറ്റായി എന്ന് മനസ്സിലാക്കുക, അതുപോലെ തന്നെ മറ്റു ഓപ്ഷനുമായി ബന്ധപ്പെട്ട് മറ്റെന്തെല്ലാം കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പ്രോപ്പർ ആയിട്ട് നമ്മുടെ ആ ഒരു നോളജ് വർദ്ധിപ്പിക്കാൻ പറ്റൂ, അടുത്ത ഒരു എക്സാമിനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റൂ. അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതേ ചോദ്യം അടുത്ത എക്സാമിന് ഇതേ പടി ഉണ്ടായിരിക്കും എന്നൊരു ധാരണ നമ്മൾ മാറ്റിവെക്കണം. അങ്ങനെയല്ല മനസ്സിലാക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇനി ഈ പറഞ്ഞ അതർ ഓപ്ഷൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ ഈ ഫൈബ്രിനോജൻ നമ്മുടെ ചോദ്യത്തിലേക്ക് വീണ്ടും വരുമ്പോൾ പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ അത് നമ്മളെ പണ്ട് പഠിച്ച ഒരു ഓർമ്മയിലുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. അപ്പൊ നമുക്ക് വീണ്ടും ആലോചിക്കാം, എന്താണ് പ്ലാസ്മ പ്രോട്ടീൻ? എന്താണ് പ്ലാസ്മ? രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത് അല്ലെ. ആ പ്ലാസ്മ നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അപ്പൊ തന്നെ പ്ലാസ്മയെ കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ പ്ലാസ്മ മനസ്സിലാക്കി എടുത്തു, അന്നേരം നമുക്ക് മനസ്സിലായി പ്ലാസ്മയിൽ ഇനിയിപ്പോ ഈ ഒരു ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കണം, അതിനുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തണം. അറിയാത്ത പക്ഷം എന്ത് ചെയ്യണം? അത് കണ്ടെത്തി പഠിക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കുക, വീണ്ടും ആലോചിക്കുക, അപ്പൊ പ്ലാസ്മയിലെ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ഒറ്റ പ്രോട്ടീനേ ഉള്ളോ? അപ്പൊ നമുക്ക് മനസ്സിലാവും അല്ല, മറ്റ് പ്രോട്ടീനുകളും കൂടിയുണ്ട്. ഓക്കെ, ആൽബുമിൻ ഉണ്ട്. അപ്പൊ അവയുടെ എന്താണ് പ്രത്യേകത, എന്താണ് അവയുടെ ജോലി, ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ തിരയണം. അപ്പൊ നമ്മൾ ഇങ്ങനെ അന്വേഷിച്ച് പുതിയ 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 കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പോകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ വൈസ് ഒരു ടോപ്പിക് വൈസ് പഠിക്കുന്നതിനേക്കാളും PYQ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ അതർ ഓപ്ഷന്റെ എക്സ്പാൻഷൻസ് എല്ലാം നമ്മൾ അറിയാണ്ട് തന്നെ കുറെ കാര്യങ്ങൾ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, 100 ചോദ്യങ്ങൾ 100 ഉത്തരങ്ങൾ. മറിച്ച് നമ്മൾ ഈ ഒരു രീതിയിലാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഏതെങ്കിലും ഒരു ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് മാറുമ്പോൾ 100 ചോദ്യത്തിലൂടെ നമുക്കൊരു 1000-ൽ പരം ആൻസേഴ്സ് കിട്ടും, അല്ലെങ്കിൽ കുറെ പോയിന്റുകൾ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് ഒരു 10ഓളം പോയിന്റുകൾ ഉറപ്പായിട്ടും പഠിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഇപ്പറഞ്ഞ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് 10 അല്ല, അതിലേറെ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്തപ്പോ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 500 പോയിന്റുകൾ 500 ചോദ്യ ഉത്തരങ്ങൾ നമ്മൾ പഠിച്ചെടുത്തു എന്നുള്ളതാണ്. അപ്പൊ നമുക്കതൊരു നമുക്ക് ഭയങ്കര ടയേർഡ് ഫീലിംഗ് ഒന്നും വരത്തില്ല, നമുക്കൊരു ക്ഷീണം ഒന്നും തോന്നുന്നില്ല. എങ്ങനെയാ ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കുകയാണ്, നമ്മൾ സ്വയം അറിയാൻ ശ്രമിക്കുകയാണ്. അപ്പോ ഒരു സെയിം ടോപ്പിക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്ന ഒരു ഹിസ്റ്ററി ഒരു ടോപ്പിക്ക് എടുക്കുകയാണ്, അല്ലെങ്കിൽ ജോഗ്രഫി ഒരു ടോപ്പിക്ക് നമ്മൾ കണ്ടിന്യൂസ് പഠിക്കുന്നതിനേക്കാളും അതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ചു മാറുന്നതിനേക്കാളും വളരെ രസകരമായിട്ട് വളരെ ഇൻട്രസ്റ്റോട് കൂടി എല്ലാ സബ്ജക്റ്റിൽ നിന്നും നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് ഉള്ള എല്ലാ സബ്ജക്റ്റിന്റെയും ഇത്തരത്തിലുള്ള എക്സ്പാൻഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിക്കുമ്പോഴത്തേനും വളരെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ഇത്തരത്തില് നിങ്ങൾ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എത്ര അഡീഷണൽ പോയിന്റുകൾ നിങ്ങൾ പഠിച്ചെടുത്ത് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മിനിമം ഏതെങ്കിലും ഒരു ചോദ്യമെങ്കിലും നിങ്ങൾ ഒന്ന് എടുക്കുക പ്രോപ്പറായിട്ട്. ആദ്യം നമുക്ക് നോക്കാമല്ലോ. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാത്രം എടുക്കുക, അതർ ഓപ്ഷൻസ് നോക്കുക, ആ ഓപ്ഷന്റെ എക്സ്പാൻഷൻസ് എന്തെങ്കിലും ഉണ്ടോ, എക്സ്പ്ലനേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുക. അങ്ങനെ ഒരു ചോദ്യത്തിൽ നിന്ന് മാക്സിമം നിങ്ങൾക്ക് എത്ര ഉത്തരങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് പറ്റി, ലിമിറ്റഡ് ടൈമിൽ നമുക്ക് എത്ര എണ്ണം പഠിച്ചെടുക്കാൻ പറ്റി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റിയവരെല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ചോദ്യം ഒരു ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റിയ ഉത്തരങ്ങളുടെ എണ്ണം എത്രയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ PYQ പഠിക്കാനായിട്ട് ശ്രമിക്കുക. PYQ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് വളരെ വലിയ ഗുണങ്ങൾ ചെയ്യും ഓരോ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ
AZB അക്കാഡമി എപ്പോഴും നിങ്ങളോട് കൂടെ തന്നെയുണ്ട്. നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ വിളിക്കാവുന്നതാണ്. എല്ലാ കോഴ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. സോ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.